ഡെവിൾസ് ലവ് രചന നന്ദന അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ കൈ കഴുകണ എന്നെ പിടിക്കണ്ടെന്നല്ലേ പറഞ്ഞ് അയ്യോ ഏതായാലും അമ്മാവനോ ജോറി അമ്മാവ ആള് മാറിപ്പോയി ആ സൂര്യനെ താടിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും വിഷ്ണു കാർ ലോക്ക് ചെയ്തുകൊണ്ട് അവരുടെ അരികിലേക്ക് വന്നു. എന്താ വിഷ്ണു ഇതൊക്കെ? സൂര്യൻ നെറ്റി വിളിച്ചുകൊണ്ട് ചോദിച്ചു. അവനൊന്ന് പരിങ്ങി. അതെങ്കിൽ തനുപോയപ്പോ എന്റെ കൂടെ വീട്ടിലേക്ക് കയറി വന്ന അച്ഛന്റെ കളക്ഷനിൽ നിന്നൊരു സ്കോച്ചിന്റെ ബോട്ടിലിട്ട് നേരെ ഗസ്റ്റ് ഹൗസിലേക്ക് പോയി. പിന്നെ ഈ നേരം വരെ ഒരു ഇരിപ്പിരുന്നുകൊണ്ട് നിർത്താതെ കൂടിയായിരുന്നു. ഞാൻ പിടിച്ചു വരാൻ കുറെ ശ്രമിച്ചെങ്കിലൊന്നും നടന്നില്ല. വിഷ്ണു പറഞ്ഞുകൊണ്ട് തലകുനിച്ചു. പെട്ടെന്ന് ദത്തന്റെ കരച്ചിൽ കേട്ട് രണ്ടുപേരും ഞെട്ടവിടെ തിരിഞ്ഞു നോക്കി. ദത്ത എന്താടാ? വിഷ്ണു അവനെ തോളിൽ പിടിച്ചോട് ചോദിച്ചു. അവൾക്ക് എന്നെ വേണ്ടടാ, അവൾ എന്നെ വീട്ടിൽ പോയി. ഞാൻ ചങ്ക് പറിച്ച് സ്നേഹിച്ചിട്ടു അവളെ എന്നെ വേണ്ടെന്ന് പറഞ്ഞു പോയടാ. അവൾക്ക് എന്നോട് ക്ഷമിക്കാൻ പറ്റില്ലെന്ന്, ഞാൻ ചെയ്ത തെറ്റ് അവൾക്ക് മറക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആ വീണ്ടും കരയാൻ തുടങ്ങി. നീ എന്തീ കാണിക്കുന്നത്? അയൽവക്കത്തൊക്കെ ആൾക്കാരുള്ള നിന്റെ അലർച്ചയായിട്ട് അവർ എഴുന്നേറ്റ് വരും. വിഷ്ണുവിനെ പിടിച്ച് ഉമ്മറപ്പടയിലേക്ക് ഇരുത്തിക്കൊണ്ട് പതിയെ പറഞ്ഞു. എന്നാൽ അവൻ കേട്ടതുപോലുമില്ല. പോട്ടെ, അവള് പോട്ടെ. അവൾക്ക് എന്നെ വേണമെങ്കിൽ എനിക്ക് അവളെ ഇന്നലെയും മിനിഞ്ഞാന്നോ അതിന്റെ തലേന്ന് വേണ്ട. ദത്തൻ കുഴഞ്ഞ ശബ്ദത്തിൽ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരുന്നു. വിഷ്ണു സൂര്യനെ ദയനീയമായി നോക്കി. എന്തെങ്കിലും ഇപ്പൊ ചെയ്യാം? ശബ്ദം കേട്ട് രാജനങ്ങളോ ദേവിയാന്റി ഇറങ്ങി വന്നാ വിഷ്ണു ചോദിച്ചു കേട്ട് സൂര്യൻ മറുപടിയൊന്നും പറഞ്ഞില്ല. അവനും നിസ്സഹായനായിരുന്നു. മിസ്റ്റർ സൂര്യനാരായണൻ. പെട്ടെന്ന് ദത്തന്റെ ഗൗരവത്തിലുള്ള ശബ്ദം കേട്ടതും ഇരുവരും അവനെ നോക്കി. തന്നെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുന്നവനെ കണ്ട് സൂര്യനെ നെറ്റി ഒളിഞ്ഞു. ദത്തൻ പതിയെ ചുമരിൽ പിടിച്ച് എഴുന്നേറ്റുന്നുകൊണ്ട് സൂര്യന്റെ മുന്നിലായി വന്നു നിന്നു. നിങ്ങളൊക്കെ ഒരു കാമുകനാണോടോ? സ്നേഹിച്ച പെണ്ണിനെ വിശ്വാസമില്ലാതെ ഉപേക്ഷിച്ചു പോയിരിക്കുന്നു. എന്നിട്ട് അങ്ങയുടെ ഒരു അജ്ഞാതവാസം. എടോ, നിങ്ങൾ ഒറ്റൊരുത്തം കാരണ എനിക്ക് ഗതി വന്ന് അറിയാമോടോ? നിങ്ങളോടുള്ള സ്നേഹം മൂത്ത ഞാൻ അവരോട് പ്രതികാരം ചെയ്യാൻ ഇറങ്ങിയത്. അതുകൊണ്ടല്ലേ ഞാൻ മനസ്സിൽ കൊണ്ടുവരുന്ന എന്റെ പെണ്ണിനെ തന്നെ എനിക്ക്. കൊഴഞ്ഞ ശബ്ദത്തിൽ ബാക്കി പറയാതെ നിർത്തിയതും സൂര്യന്റെ കണ്ണുകൾ കൂർത്തു. നിനക്ക്? ആ ഒരു സംശയത്തോടെ ചോദിച്ചു. ദത്തൻ അടഞ്ഞു വന്ന കണ്ണുകൾ ബലപ്പെട്ട് തുറന്നു. എനിക്ക് ബലമായി അവളെ സ്വന്തമാക്കേണ്ടി വന്ന്, അതുകൊണ്ടല്ലേ അവളെ എന്നോട് ക്ഷമിക്കാത്ത. കൊഴഞ്ഞ ശബ്ദത്തിൽ അവൻ പറഞ്ഞു നിർത്തിയതും സൂര്യന്റെ മുഖത്തേക്ക് ദേഷ്യം ഇരച്ചു കയറി. കണ്ണുകൾ ചുവന്നു. അവന്റെ മുഖാകെ വലിഞ്ഞു മുറുകി. വിഷ്ണു ഒരു നിമിഷം അവരിരുവരെയും മാറി മാറി നോക്കി. സ്വന്തം മകളെ റേപ്പ് ചെയ്ത കാര്യമാണ് ഇപ്പോൾ സൂര്യന് മുമ്പിൽ വെളിപ്പെട്ടത്. എന്തൊക്കെ പറഞ്ഞാലും സൂര്യൻ തനുവിന്റെ അച്ഛനാണ്. ഇങ്ങനെ ഒരു വാർത്ത കേട്ടാൽ ഒരച്ഛനും ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. ഇനി അദ്ദേഹം ദത്തനോട് എങ്ങനെ പ്രതികരിക്കുന്ന അറിയില്ലല്ലോ ഈശ്വര. വിഷ്ണു മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവരിരുവരെയും മാറി മാറി നോക്കി നിന്നു. അടുത്ത നിമിഷം എന്തും സംഭവിക്കാമെന്ന ചിന്തയിൽ അവന്റെ മുഖത്ത് ഭയം നിറഞ്ഞു. നീ ഇപ്പൊ എന്താ പറഞ്ഞു? സൂര്യൻ ദത്തന്റെ മുന്നിലേക്ക് കയറിയെന്നുകൊണ്ട് ചോദിച്ചു. അതിനവൻ മറുപടിയൊന്നും പറഞ്ഞില്ല. അപ്പോഴേക്കും അവൻ മദ്യത്തിന്റെ ലഹരിയിൽ തളർച്ചയോടെ നിലത്തേക്ക് ഇരുന്നു പോയിരുന്നു. ചോദിച്ചിട്ടില്ലടാ, നീ എന്റെ മോളെ എന്ത് ചെയ്തു പറഞ്ഞു? കഴുത്തൊടിഞ്ഞ പോലെ തലയും കുനിച്ചിരിക്കുന്നവരെ കോളറിന് കുത്തിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് സൂര്യ ഒരു അലർച്ചയോടെ ചോദിച്ചു. അങ്കിൾ എന്താ ഇത്? അവന് വിട്ട്. സൂര്യന്റെ കയ്യിൽ നിന്ന് അവൻ അടിയിട്ടെന്ന് മനസ്സിലായതും വിഷ്ണു ഓടി വന്ന് അവനെ പിടിച്ചു മാറ്റി. ഇവൻ പറഞ്ഞിട്ടില്ലേ വിഷ്ണു, ഇവൻ എന്റെ മോളെ. സൂര്യൻ പറഞ്ഞിട്ട് വിഷ്ണു എന്ത് പറയണമെന്നറിയാൻ നിന്നു. അതെങ്കിൽ തനു അങ്കിളുടെ മകളാണെന്നുള്ള കാര്യം ഇവൻ അറിയില്ലായിരുന്നല്ലോ. പിന്നെ രേവതി ആന്റിയുള്ള ദേഷ്യവും പ്രതികാരം കൂടെ ആയപ്പോ അവനെ എന്ത് പറഞ്ഞ് ദത്തനെ ന്യായീകരിക്കണമെന്ന് അറിയില്ലായിരുന്നു. എത്രയൊക്കെ ന്യായീകരിച്ചാലും ദത്തൻ ചെയ്ത് തെറ്റ് തന്നെയാണെന്ന് അവന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. എന്റെ മകളാണെന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ, അത് രണ്ടാമത്തെ കാര്യം. പക്ഷെ അതിനു മുമ്പ് അവളൊരു പെൺകുട്ടിയാണെന്നുള്ള കാര്യം ഇവന് ചിന്തിക്കായിരുന്നു. ഒരു പെൺകുട്ടി അവിടെ സമ്മതമില്ലാതെ പ്രാപിക്കാൻ തെറ്റാണെന്ന് അറിയില്ലേ? ഇങ്ങനെയാണോ ഇവന്റെ മാതാപിതാക്കൾ ഇവനെ വളർത്തിയത്? പറഞ്ഞുകൊണ്ട് അവൻ നോക്കിയതും താൻ പറഞ്ഞ കേട്ട് തറഞ്ഞു നിൽക്കുന്ന രാജശേഖരന്റെ ശ്രീദേവിയുടെയും രാജശേഖരുടെയും മുഖത്തേക്കാണ്. ഒരു നിമിഷം അവൻ അവരെ തന്നെ നോക്കി നിന്നു. അവരുടെ കണ്ണിൽ നീർത്തിളക്കം കണ്ടതും അവന് വല്ലാത്ത വേദന തോന്നി. അവന് ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് വീണ്ടും വിഷ്ണുവിന് നേരെ തിരിഞ്ഞു. ഇവനെ വഴക്കു പറയാനോ കുറ്റപ്പെടുത്താനോ ഒന്നും ഞാൻ യോഗ്യനല്ല. സ്നേഹിച്ച പെണ്ണിനെ ആരുടെയൊക്കെ വാക്കെടുത്ത് തള്ളിപ്പറഞ്ഞവനാണ് ഞാനും. പക്ഷെ ഒരിക്കലും അവിടെ അനുവാദമില്ലാതെ ഞാൻ അവിടെ ദേഹത്ത് തൊട്ടിട്ടില്ല. അവളിൽ പറഞ്ഞ എന്റെ കുഞ്ഞിനെയും ഞാൻ തള്ളിപ്പറഞ്ഞിട്ടില്ല. അവരോരോരുത്തരെയും നോക്കി ദൃഢമായ സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് അവനകത്തേക്ക് കയറിപ്പോയി. അപ്പോഴിതൊന്നും അറിയാതെ പടിയിലിരുന്ന് എന്തൊക്കെയോ പുലമ്പുകയായിരുന്നു ദത്തനെ അവർ ദയനീയമായും നോക്കി. രാത്രി രേവതിയുടെ മുറിയുടെ വാതിൽക്കൽ വന്നിന്ന് തത്തിക്കളിക്കുകയായിരുന്നു തനു. എന്തുകൊണ്ടോ അവൾക്ക് ഇന്ന് രേവതിയുടെ അരികിൽ കിടക്കാൻ കൊതി തോന്നി. സാധാരണ അവൾ കുഞ്ഞുവിന്റെ കൂടെയായിരുന്നു കിടന്നിരുന്നത്. എന്നാൽ ഇന്ന് അവൾ കുഞ്ഞുവിനെ ഉറക്കി കിടത്തിയിട്ട് രേവതിയുടെ അരികിലേക്ക് വരികയായിരുന്നു.
ബെഡിൽ ഷീറ്റ് വിരിച്ചു കഴിഞ്ഞ ശേഷം പില്ലോയിൽ കവറിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് മുറിയുടെ വാതിൽക്കൽ നിൽക്കുന്ന അനുവിനെ രേവതി കാണുന്നത്. മോളെന്താ അവിടെ തന്നെ നിൽക്കുന്നത്? കയറി വാ. ആളൊരു പുഞ്ചിരിയോടെ തനുവിനോട് പറഞ്ഞു. തനിയൊരു വിളറിയ ചിരിയോടെ തന്റെ അമ്മയ്ക്കരികിലേക്ക് നടന്നു വന്നു. എന്താ മോളെ, മോൾ ഇതുവരെ ഇറങ്ങിയില്ലായിരുന്നോ? ആളരികിലേക്ക് വന്നു ആളെ പിടിച്ച് ബെഡിലേക്ക് ഇരുത്തിക്കൊണ്ട് രേവതി ചോദിച്ചു. ഇല്ലമ്മ, ഉറക്കം വന്നില്ല. ഞാൻ കുറച്ചേരം അമ്മയുടെ മടി കിടന്നോട്ടെ. ആൾ ചോദിച്ചു കേട്ട് രേവതിയുടെ കണ്ണുകൾ നിറഞ്ഞു. വാ. ആൾ സന്തോഷത്തോടെ തനുവിന് നേരെ ഇരുകൈകളും നീട്ടി. തനു അതേ സന്തോഷത്തോടെ തന്നെ ആളുടെ മടിയിലേക്ക് കയറി കിടന്നു. കുഞ്ഞു ഉറങ്ങിയായിരുന്നോ മോളെ? ആളുടെ മുടിയിഴകളിലൂടെ വിരലോടിച്ചുകൊണ്ട് രേവതി ചോദിച്ചു. ആമേ, അവളുറങ്ങി. അവളുറക്കി കിടത്തിയിട്ടാ ഞാനിങ്ങോട്ട് വന്ന്. തനു പറഞ്ഞുകൊണ്ട് ആളുടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ചു. പിന്നീട് കുറച്ചു സമയം അവർ നിശബ്ദമായിരുന്നു. ഏതോ ഓർമ്മയിൽ അവർ രണ്ടുപേരും മുഴുകിയിരുന്നു പോയി. പതിയെ അവരിരുവരുടെയും കണ്ണുകളിൽ ഉറക്കം സ്ഥാനം പിടിക്കുമ്പോൾ അമ്മയും മകളും മാത്രമുള്ള സ്വപ്നലോകത്തേക്ക് വഴി വീഴുകയായിരുന്നവർ. അതിരാവിലെ കഠിനമായ തലവേദനയോടുകൂടിയായിരുന്നു ദത്തൻ ഉറക്കമുണർന്ന്. നെറ്റിയുടെ ഇരുവശവും വിരലുകൾ കൊണ്ട് അമർത്തി തടവിക്കൊണ്ട് അവൻ പതിയെ എഴുന്നേറ്റിരുന്നു. എന്തൊരു തലവേദനയത്, ഒരു ചായ ഇട്ടിരുന്നെങ്കിൽ. അവൻ പറഞ്ഞു കഴിയും മുന്നിലേക്ക് ഒരു ഗ്ലാസ് നീണ്ടുവന്നു. അവൻ ഞെട്ടിലോടെ മുഖമേർത്ത് നോക്കിയതും മുന്നിൽ ഗ്ലാസും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സൂര്യനെ കണ്ട് അവനൊന്ന് പകച്ചു. ദാ കുടിക്ക്, മോരും വെള്ള, ആ കെട്ടൊന്നിറങ്ങട്ടെ. അയാൾ പുച്ഛത്തോടെ പറയുന്ന കേട്ട് അവനെ തലവിരിഞ്ഞു. കുടിക്കണ ഇത്. സൂര്യനൊന്ന് ഒച്ച ഉയർത്തിയതും ദത്തൻ ഞെട്ടോടെ അവന്റെ കയ്യിൽ നിന്ന് ഗ്ലാസ് വാങ്ങി ഒറ്റവലി കുടിച്ചു തീർത്തു. അവൻ കുടിച്ചു തീർന്നതും സൂര്യൻ അവന്റെ കയ്യിൽ നിന്ന് ഗ്ലാസ് വാങ്ങി മേശപ്പുറത്തേക്ക് വെച്ചു. ശേഷം അവന് നേരെ തിരിഞ്ഞുകൊണ്ട് അവനെ ഗൗരവത്തോടെ നോക്കി. ഇന്നലെ രാത്രിയിലെ സംഭവങ്ങൾ എന്തെങ്കിലും നിനക്ക് ഓർമ്മയുണ്ടോ? അയാൾ അതേ ഗൗരവത്തോടെ തന്നെ ചോദിച്ചു. അവന്റെ മനസ്സിൽ തലേന്ന് രാത്രിയിലെ സംഭവങ്ങൾ ഓരോന്നായി അരങ്ങേറി. സൂര്യനോട് താൻ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നായി മനസ്സിലേക്ക് കടന്നു വന്നു. അറിയാതെ തന്നെ അവന്റെ തലകുനിഞ്ഞു. മുഖത്തേക്ക് നോക്കടാ. വലിഞ്ഞു മുറുകിയ ശബ്ദത്തിൽ സൂര്യൻ പറഞ്ഞു. പതിയൊന്ന് മുഖമുയർത്തി. ആ നിമിഷം തന്നെ സൂര്യന്റെ വലം കൈ അവന്റെ ഇടതുകളിൽ ആഞ്ഞു പതിച്ചു. അവൻ ഞെട്ടലോടെ മുഖമുയർത്തി നോക്കിയപ്പോഴേക്കും മറുവശത്തും അടി വീണിരുന്നു. ഇതെന്തിനാണെന്ന് നിനക്കറിയോ? ഇരുകവലിലും കൈകൾ അമർത്തി വെച്ചുകൊണ്ട് തന്നെ പകപ്പോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ദത്തിന്റെ മുന്നിലേക്ക് ആയിരുന്നുകൊണ്ട് സൂര്യൻ ചോദിച്ചു. അവനറിയാമെന്ന രീതിയിൽ തലയാട്ടി. ഇതെന്റെ മോളോട് നീ ചെയ്തതിന് ഒരച്ഛൻ എന്ന നിലയിൽ ഞാൻ തന്ന ശിക്ഷയാ. സൂര്യൻ പറഞ്ഞു കേട്ട് ദത്തിനൊന്നും മിണ്ടാ മുഖം കുനിച്ചു. കൂടുതലൊന്നും ഞാൻ ചെയ്യുന്നില്ല. അല്ല, അതിനുള്ള അർഹത എനിക്കില്ല അമ്മാവൻ. അവനെന്തോ പറയാൻ തുടങ്ങിയതും അയാൾ കൈ ഉയർത്തി അവനെ തടഞ്ഞു. ശേഷം ഒന്നും മിണ്ടാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അയാൾ പോയതും അവനൊരു നിരാശയോടെ കട്ടിലേക്ക് തന്നെ ഇരുന്നു. ചേച്ചി ഇന്നലെ ചിറ്റയുടെ കൂടെയാണോ കിടന്ന്? തനി രാവിലെ എഴുന്നേറ്റ് അടുക്കള കയറി ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നിൽ നിന്ന് കുഞ്ഞുവിന്റെ ശബ്ദം കേൾക്കുന്നത്. എന്താ? ആൾ ഞെട്ടലോടെ തിരിഞ്ഞു പോയിക്കൊണ്ട് ചോദിച്ചു. ചേച്ചി ഇന്നലെ രാത്രി ചിറ്റയുടെ കൂടെയാണോ കിടന്നതെന്ന്? ഞാൻ ഉറങ്ങുമ്പോൾ ചേച്ചി എൻ്റെ അടുത്തായിരുന്നില്ലേ കിടന്ന്? പിന്നെ എപ്പോഴും ചേച്ചി ചിറ്റയുടെ കൂടെ പോയി കിടന്ന്? കുഞ്ഞുവിന്റെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ടുള്ള ചോദ്യം കേട്ട് ആളൊരു വിളറിയ ചിരി മറുപടിയായി നൽകി. അത് പിന്നെ കുഞ്ഞു രാത്രി എന്തോ സ്വപ്നം കണ്ടപ്പോ അതാ പിന്നെ അമ്മയുടെ അരികിലേക്ക് പോയി കിടന്ന്. ആളുടെ മുഖത്തേക്ക് നോക്കാൻ പറഞ്ഞുകൊണ്ട് ചുട്ടുകൊണ്ടിരിക്കുന്ന ദോശയെടുത്ത് മറിച്ചിട്ടു. കുഞ്ഞു ഒരു നിമിഷം കൂടി അവളെ നോക്കിയതിന് ശേഷം അവളുടെ അരികിലേക്ക് നടന്നിരുന്നു. ചേച്ചി എന്താ ചിറ്റയെ പെട്ടെന്ന് അമ്മയെന്നൊക്കെ വിളിച്ച് തുടങ്ങിയത്? ചിറ്റയുള്ള പിണക്കൊക്കെ ചേച്ചിക്ക് എങ്ങനെയാ പെട്ടെന്ന് മാറിയത്? പെട്ടെന്ന് അവൾ തന്നെ തൊട്ടരികിൽ വന്നിരുന്നോട് ചോദിച്ചു. തന്നൊന്ന് പതറിപ്പോയി. അത് പിന്നെ മോളെ, ചിറ്റ തെറ്റൊന്നും ചെയ്തിട്ടില്ല. എല്ലാം നമ്മൾ തെറ്റിദ്ധാരണയായിരുന്നു. തെറ്റിദ്ധാരണയോ? ആൾ പറഞ്ഞു കേട്ട് കുഞ്ഞു നെറ്റി വിളിച്ചു. അതേ മോളെ, എല്ലാം നമ്മുടെ തെറ്റിദ്ധാരണയായിരുന്നു. നമ്മൾ അറിഞ്ഞോ കേട്ടൊന്നും സത്യമായിരുന്നില്ല. നമ്മുടെ ചിറ്റ അല്ല അമ്മ പാവാ മോളെ. അമ്മയെ ഒരു വാക്കുകൊണ്ട് പോലും ഇനി നമ്മൾ വേദനിപ്പിക്കരുത്. കുഞ്ഞുവിന്റെ കവളിൽ തലോടിക്കൊണ്ട് അവൾ നിറകണ്ണുകളോടെ പറഞ്ഞു. കാര്യം മനസ്സിലാവാത്ത പോലെ കുഞ്ഞു അവൾ തന്നെ നോയിക്കൊണ്ട് നിന്നു. മോളോടെല്ലാം ചേച്ചി വിശദമായിട്ട് പിന്നെ പറഞ്ഞുതരാം. ഇപ്പൊ എന്റെ കുഞ്ഞു പോയി റെഡിയാവും. മോൾക്ക് സ്കൂളിൽ പോകണ്ടല്ലേ? അവൾ പറഞ്ഞു. കുഞ്ഞു അനുസരണയോടെ തലയാട്ടിക്കൊണ്ട് തിരിഞ്ഞു നടന്നു. ഒരു നിമിഷം അവൾ പോകുന്ന നോക്കുന്ന തനു ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു. തനു. പെട്ടെന്ന് അടുക്കള വാക്കിൽ നിന്ന് രേവതിയുടെ ശബ്ദം കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി. കയ്യിലൊരു കെട്ട് ചുവന്ന ചീരയുമായി കയറി വരുന്ന രേവതിയെ കണ്ട് അവളുടെ കണ്ണ് നീറിപ്പുകഞ്ഞു. അവളുടെ മനസ്സിലേക്ക് ഒരു നിമിഷം കൊണ്ട് ദത്തന്റെ മുഖം കടന്നു വന്നു. തന്റെ കൈ കൊണ്ടുണ്ടാക്കിയ ചീരത്തോരൻ കഴിക്കാൻ വാശി പിടിച്ച് അപ്പച്ചിയോട് പറഞ്ഞിട്ട് പോയ ദത്തന്റെ മുഖം അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നു. നിറഞ്ഞു നിന്നിരുന്ന അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ കവിളിണയിലേക്ക് ഒഴുകി ഇറങ്ങി. ദിവസങ്ങൾ ഓടി മറഞ്ഞു. മനക്കിലെ ദത്തന്റെ അവസ്ഥ വളരെയധികം പരിതാപകരമായിരുന്നു. ഓരോ ദിവസം കഴിയുന്തോറും അവനാകെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി തുടങ്ങിയിരുന്നു. തനുയില്ലാത്ത മുറിയിൽ കയറാൻ പോലും അവന്റെ മനസ്സ് അനുവദിച്ചില്ല. എത്രയൊക്കെ വഴക്കുണ്ടായിരുന്നെങ്കിലും അവൾ ആ മുറിയിലുണ്ടായിരുന്നപ്പോൾ അവനൊരു ആശ്വാസം തന്നെയായിരുന്നു. ഇപ്പോൾ ഒഴിഞ്ഞിടക്കുന്ന ബെഡ് കാണുമ്പോൾ അവൻ അവിടുന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങി ഓടാനായിരുന്നു തോന്നുന്നത്.
ഇനി അവളെ ഒന്ന് കാണാതെ അവളോടൊന്നും മിണ്ടാതിരുന്നാൽ താൻ ചിലപ്പോൾ ഹൃദയം പൊട്ടി മരിച്ചു പോയേക്കുമെന്ന് പോലും അവൻ ചിന്തിച്ചു. സൂര്യന്റെ ഈ അവസ്ഥ അത് തന്നെയായിരുന്നു. 22 വർഷങ്ങൾക്ക് ശേഷം കാത്തിരുന്ന് കിട്ടിയ തന്റെ പ്രിയപ്പെട്ടവളെയും പൊന്നുമോളെയും ഒരു നോക്ക് കാണാൻ കഴിയാതെ അവന്റെ മനസ്സാകെ തകർന്നടിഞ്ഞു. അവരെ ഒന്ന് കാണാനായി അവരുടെ വീട്ടിലേക്ക് കയറി ചെല്ലാൻ പലപ്പോഴും അവന്റെ മനസ്സ് പറഞ്ഞെങ്കിലും അവസാനമായി രേവതി തന്നോട് പറഞ്ഞ വാക്കുകൾ ഓർക്കുമ്പോൾ അവൻ അതിൽ നിന്നും പിന്തിരിയും. ഇവരുടെ രണ്ടുപേരുടെയും അവസ്ഥ കണ്ട് ഒരിക്കൽ രാജശേഖരനും ശ്രീദേവിയും കൂടി രേവതിയെയും തനുവിനെയും പോയി കണ്ട് മാപ്പ് പറഞ്ഞ് മനക്കിലേക്ക് വരാൻ യാചിച്ചിരുന്നു. എന്നാൽ അവർ രണ്ടുപേരും അതിനെ ശക്തമായി തന്നെ എതിർത്തു. ഇനി ഒരിക്കലും അങ്ങോട്ടേക്ക് ഒരു തിരിച്ചുവരവില്ലെന്ന് അവർ രണ്ടുപേരും അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു. രാജശേഖരനും ശ്രീദേവിയും കുനിഞ്ഞ ശിരസോടെ അവിടെ നിന്നും തിരികെ പോയി. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഒരു ദിവസം രാത്രിയിൽ ടെറസിൽ നിന്ന് മദ്യപിച്ചുകൊണ്ടിരുന്ന ദത്തന്റെ അരികിലേക്ക് സൂര്യൻ നടന്നു വന്നു. ദത്ത. സൂര്യൻ അവരുടെ അരികിലേക്ക് ഇരുന്ന് അവന്റെ തോളിൽ കൈവച്ചുകൊണ്ട് വിളിച്ചു. അവൻ ചുവന്ന കണ്ണുകളുടെ മുഖമുയർത്തി നോക്കി. എന്താ ദത്ത ഇത്? നീ ഇതൊരു ശീലാക്കാൻ തന്നെ തീരുമാനിച്ചോ? അതിന് മറുപടിയായിട്ട് അവനൊന്ന് പുച്ഛിച്ചിരിച്ചു. ഇതുണ്ടല്ലോ അമ്മാവ, എന്താ സാധനം എന്നറിയോ? ദത്തൻ കയ്യിൽ നിന്ന് കുപ്പി പൊക്കി പിടിച്ച് സൂര്യനെ കാണിച്ചുകൊണ്ട് ചോദിച്ചു. അയാളെ നെറ്റി ഒളിഞ്ഞു. ഇതാണ് നല്ല ഒന്നാം തരം സ്കോച്ച് വിസ്കി, അതും ആർമി ലെവൽ. നമ്മുടെ വിഷ്ണുവിന്റെ അച്ഛന്റെ മിനി ബാറിൽ നിന്നും പൊക്കിയതാ. കയ്യിലിരുന്ന കുപ്പി വായിലേക്ക് അമഴ്ത്തിക്കൊണ്ടാവൻ പറഞ്ഞു. സൂര്യന്റെ കണ്ണുകൾ അതിൽ തന്നെ തറഞ്ഞിരുന്നു. ഇതിന്ന് 2 പെഗ് അടിച്ചാലുണ്ടല്ലോ അമ്മാവാ. പിന്നെ ഒന്നും അറിയണ്ട, നമ്മൾ സ്വർഗലോകത്തായിരിക്കും. മനസ്സിലെ വിഷമങ്ങളെല്ലാം മറന്ന് നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഉറങ്ങുന്ന പോലും ഇവന്റെ ബലത്തിലല്ലേ. അവൻ പറഞ്ഞുകൊണ്ട് പിന്നെയും അത് വായിലേക്ക് അമഴ്ത്തി. ഇവൻ പറഞ്ഞ പോലെ ഇത് കുടിച്ച വിഷമങ്ങളെല്ലാം മറന്ന് സുഖമായിട്ട് ഉറങ്ങാൻ സാധിക്കും. പണ്ട് അത്രയും പ്രശ്നങ്ങളുണ്ടായിട്ട് പോലും ഇതൊന്നും തൊട്ടു നോക്കാൻ തോന്നിയിട്ടില്ല. 22 വർഷത്തെ അജ്ഞാതവാസ സമയത്തും ഇതിന്റെ രുചി അറിഞ്ഞിട്ടില്ല. എന്നാൽ ഇപ്പൊ ഇതൊന്ന് രുചിച്ചു നോക്കാൻ തോന്നുന്നു. എല്ലാം മറന്നൊന്ന് സുഖമായിട്ട് ഉറങ്ങാൻ മനസ്സ് കൊതിക്കുന്നു. അയാൾ അതും മനസ്സിൽ പറഞ്ഞുകൊണ്ട് ദത്തന്റെ കയ്യിൽ നിന്ന് കുപ്പി പിടിച്ചു വാങ്ങി അതിലേക്ക് നോക്കി. അമ്മാവന് വേണോ? വാ, ഞാൻ ഒഴിച്ചു തരാം. അതും പറഞ്ഞുകൊണ്ട് അവൻ ആ കുപ്പി സൂര്യന്റെ കയ്യിൽ തിരികെ വാങ്ങി ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. ദാ, കണ്ണുടച്ചു ഒറ്റ വലി കുടിച്ചോ. ഗ്ലാസ്സിൽ ഒഴിച്ച മദ്യത്തിലേക്ക് അല്പം തണുത്ത വെള്ളം കൂടി ഒഴിച്ച ശേഷം സൂര്യൻ നേരെ നീട്ടിക്കൊണ്ട് ദത്തം പറഞ്ഞു. സൂര്യൻ അവന്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിക്കൊണ്ട് അതിലേക്ക് നോക്കി. ശേഷം എന്തോ ഓർത്തുകൊണ്ട് ഒറ്റ വലിക്ക് അത് വായിലേക്ക് അമഴ്ത്തി. നെഞ്ച് കത്തുന്ന പോലെ തോന്നിയതും ആ മുന്നിലിരുന്ന മിക്സറിൽ നിന്ന് ഒരു പിടി വാരി വായിലേക്ക് ഇട്ടു. ഒട്ടൊരു നിമിഷത്തിന് ശേഷം ദത്തൻ വീണ്ടും അവന്റെ ഗ്ലാസ് ഇറച്ചു. അവൻ അത് ഒറ്റ വലിക്ക് തന്നെ കാലിയാക്കി. അങ്ങനെ ഒരു 3-4 റൗണ്ട് പോയതും സൂര്യന്റെ നാവൊക്കെ കുഴയാൻ തുടങ്ങി. അവനൊന്ന് തലവെട്ടിച്ചുകൊണ്ട് മുന്നിലേക്ക് ദത്തനെ നോക്കി. അമ്മാവാ, നിങ്ങളുടെ മോളിലെ ആ താടക, അവളെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നു നിങ്ങൾക്കറിയോ? എന്റെ പ്രാണനെ പോലെ. എന്നിട്ട് അവൾ എന്നോടൊന്നും ക്ഷമിക്കുന്നില്ല. എന്നെ ഒന്ന് കാണുന്ന പോലും അവൾക്കില്ല. ഞാൻ അവളുടെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞല്ലേ, എന്നിട്ടെങ്കിലും അവൾക്ക് എന്നോടൊന്ന് ക്ഷമിച്ചാനെന്താ? നിങ്ങൾക്കറിയോ, ഇന്നലെയും ഞാൻ അവളത് കാണാനേ അവളുടെ വീടിന്റെ ഗേറ്റ് മുമ്പിൽ ചെന്നിന്നാ. എന്നിട്ട് അവൾ എന്നെ ഒന്ന് കാണാൻ പോലും കൂട്ടാക്കിയില്ല. അഹങ്കാരം അല്ലേ അവൾക്ക്? ഒരുത്തനിങ്ങനെ പ്രാണനെ പോലെ സ്നേഹിക്കുന്നതിന്റെ അഹങ്കാരം. അവൻ കുഴഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞ സൂര്യൻ അവനെ നോക്കി. നീ പറഞ്ഞ നേരടാ മോനെ. അവളുമാർക്കൊക്കെ അഹങ്കാര. എന്തു വന്നാലും നമ്മൾ അവളുമാരെ വിട്ടുപോയില്ലെന്ന് അവർക്കറിയാം. അതിന്റെ അഹങ്കാരം. അവൻ പറഞ്ഞതിന് അനുകൂലിച്ചുകൊണ്ട് അയാൾ കുഴഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. അമ്മാവൻ നോക്കിക്കോ, ഇനി എന്റെ പട്ടികളെ കാണാൻ പോവും. ഞാൻ വേറെ പെണ്ണിട്ടാൻ പോവാ. അവളേക്കാൾ സുന്ദരിയും സുശീലയായ നല്ല ഒരുത്തി തന്നെ ഞാനങ്ങ് കെട്ടും. എന്നോട് അവളുടെ കളി. പിന്നെയും കുഴഞ്ഞ ശബ്ദത്തിൽ എന്തൊക്കെയോ പിറുവിറുത്തുകൊണ്ട് അവൻ നിലത്തേക്ക് കിടന്നു. അവനെ നോക്കിക്കൊണ്ട് സൂര്യൻ ചുമരിലേക്ക് ചാഞ്ഞിരുന്ന് കണ്ണുകൾ അടച്ചു. പാതിരാത്രിയിൽ എപ്പോഴോ കണ്ണുകൾ തുറന്ന് ദത്തൻ ചുറ്റിനും നോക്കി. തന്റെ അരികിലായി ചുമരിൽ ചാരി നിറങ്ങുന്ന സൂര്യനെ കണ്ടൊന്ന് നെടുവീർപ്പെട്ടു. ശേഷം എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ അവിടുന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. ദത്തന്റെ കാറ് ഒരു ഇരമ്പലോടെ തനുവിന്റെ വീടിന് മുമ്പിൽ വന്നു നിന്നു. ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഡോർ തുറന്ന് അവൻ ഇടറുന്ന കാലുകളോട് പുറത്തേക്ക് ഇറങ്ങി. ഗേറ്റിന് മുമ്പിൽ വന്നിരുന്നുകൊണ്ട് അവനെ തുറക്കാൻ ശ്രമിച്ചെങ്കിലും അകത്തുനിന്ന് ലോക്ക് ചെയ്തിരുന്നുകൊണ്ട് അവനെ തുറക്കാൻ സാധിച്ചിരുന്നില്ല. ഇത്ര നേരത്തെ ഇതൊക്കെ പൂട്ടിക്കെട്ടിക്കൊണ്ട് ഇവിടുത്തെ എവിടെ പോയിരിക്കുക? കുഴഞ്ഞ ശബ്ദത്തിൽ പിറുവിരുത്തുകൊണ്ട് അവൻ മതിലിന് നേരെ നടന്നു. ഒരാൾ പൊക്കത്തിലുള്ള മതിലായിരുന്നുകൊണ്ട് തന്നെ അവനൊന്ന് ജമ്പ് ചെയ്താൽ മാത്രമേ അതിന് മുകളിലേക്ക് വലിഞ്ഞേറാൻ കഴിയുമായിരുന്നുള്ളൂ. നന്നായിട്ട് മദ്യപിച്ചിരുന്നുകൊണ്ട് തന്നെ അവന്റെ ബോഡി അവന്റെ കൺട്രോളിൽ നിന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ മതിലേക്ക് വലിഞ്ഞേറാൻ നന്നായി ബുദ്ധിമുട്ടി. ഈ മതിലിനൊക്കെ ആരെത്ര ഉയരം കൊണ്ടുവച്ച്? അവൻ ഇരു കൈകളും മതിലിന്റെ പുറത്ത് വെച്ചൊന്ന് ജമ്പ് ചെയ്തുകൊണ്ട് പിറുവിരുത്തു. അയ്യോ പാമ്പ്! പെട്ടെന്ന് പിന്നിൽ നിന്നൊരു ശബ്ദം കേട്ടതും അവൻ അലറിക്കൊണ്ട് 2 ചാട്ടം ചാടി. പാമ്പലിള മരുവനെ, ഇത് ഞാനാ, നിന്റെ അമ്മാവൻ.
പിന്നിൽ നിന്ന് സൂര്യന്റെ ശബ്ദം കേട്ടതും ആ നെറ്റി വിളിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി. ആടെ 32 പല്ലും വെളിയിൽ കാണിച്ചുകൊണ്ട് ഇളിയോടെ നിൽക്കുന്ന സൂര്യനെ കണ്ട് അവന്റെ മുഖം ചുളിഞ്ഞു. അമ്മാവനോ ഇങ്ങേരിതെപ്പോന്നു? അവൻ അയാളും ചുളിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു. ഞാൻ വന്നിട്ട് 19 കൊല്ലായിടാ മോനെ, അയാൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ അരികിലേക്ക് വന്നു. അമ്മാവൻ എന്താ ഇവിടെ? ഞാൻ എൻ്റെ പെണ്ണുമ്പിളെ ഒന്ന് കാണാൻ വന്നതാ. അല്ല നീ എന്താ ഇവിടെ? അവൻ ചോദിച്ചതിന് മറുപടി അറിഞ്ഞുകൊണ്ട് അയാൾ അവനോടായി ചോദിച്ചു. ഞാനും എൻ്റെ പെണ്ണുമ്പിളെ ഒന്ന് കാണാൻ വന്നാ. അതിന് നീയല്ലേ പറഞ്ഞേ ഇനി അവളെ കാണാൻ നിന്റെ പട്ടി വരുമെന്നോ? നീ വേറെ പെണ്ണ് കെട്ടാൻ പോവുകയാണോ? അതിനെന്തൊക്കെയോ? അയാൾ പറഞ്ഞുകൊണ്ട് അവനെ കൂർപ്പിച്ച് നോക്കിയതും അവനൊന്ന് ഇളിച്ച് കാണിച്ചു കൊടുത്തു. അത് പിന്നെ അമ്മാവ, ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ അങ്ങനെ പലതും പറഞ്ഞു പോയി. എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ പെണ്ണിനെ കാണാണ്ടിരിക്കാൻ കഴിയുമോ? അതും പറഞ്ഞുകൊണ്ട് അവൻ ഒന്നുകൂടി വിളിച്ച് കാണിച്ചു കൊടുത്തു. സൂര്യ എന്തോ മനസ്സിലായതുപോലെ തലയാട്ടി കാണിച്ചു. എന്നാ പിന്നെ വാ മോനെ, നമുക്ക് രണ്ടുപേരും കൂടി പോയി നമ്മുടെ പെമ്പർ നോത്തിമാരെ കണ്ടിട്ട് വരാം. അതും പറഞ്ഞുകൊണ്ട് അയാൾ മുണ്ടും മടക്കി കുത്തി ആ മതിലിലേക്ക് വലിഞ്ഞു കയറി. ഒറ്റ ചാട്ടത്തിന് തന്നെ അയാൾ ആ മതിലേക്ക് വലിഞ്ഞു കയറുന്നുണ്ട്. ദത്തൻ വായും തുറന്ന് നോക്കി നിന്നു. പണ്ടത്തെ വീരശൂര പരാക്രമിയായിരുന്നല്ലോ. ഡെയിലി മതിൽ വലിഞ്ഞേറി നല്ല പ്രാക്ടീസ് ഉണ്ടായിരുന്നിരിക്കണം. അതും പിറുവിറുത്തുകൊണ്ട് ആ സൂര്യന്റെ കയ്യിൽ പിടിച്ചെങ്ങനെയൊക്കെയോ ആ മതിലിലേക്ക് വലിഞ്ഞേറി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം. ഈ കഥ അവസാനിച്ചാൽ ഉടൻ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരി കല്യാണയോഗം എന്ന സൂപ്പർ ഹിറ്റിന് ശേഷം മാധുരി എഴുതുന്ന മനോഹരമായ കഥ ആരംഭിക്കുന്നതാണ്. നല്ല രസകരമായിട്ടുള്ള സ്റ്റോറിയാണ്. തുടക്കം മുതൽ കേൾക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. താങ്ക് യു.